എന്തിട്ട് പരിപാടി മക്കളെ അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകാന്നുള്ള പരിപാടി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അടിക്ക് ചായ കുടിക്കാൻ നമ്മളെ വിളിച്ചപ്പോൾ അവരെല്ലാവരും ഉണ്ട്. അഹമ്മദ് പേര് അമ്മയും ചേച്ചിയും ചേട്ടൻ്റെ വൈഫും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവരോടൊക്കെ ബൈ പറഞ്ഞിട്ട് പോകാന്നുള്ള പരിപാടിയാണ്. ഇന്നലെ രാത്രിയല്ല പുലർച്ചയ്ക്ക് വന്ന് കിടന്നത്. കാരണം ഇന്ന് 10 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എഴുതി നടന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾക്ക് ഇറങ്ങാന്നുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാനാ ചെന്ന് എന്തായാലും അധികം ദൂരം പോകില്ല, എവിടെയെങ്കിലും കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കിടക്കാന്നുള്ള പരിപാടി നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങണം. അങ്ങനെ ഈ റൂമിലായിട്ട് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു. ഇവർ നമ്മൾ അത്രയും ഇതിലായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ടൂറ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഇതിലേക്ക് നോക്കാന്ന് അറിയില്ല. അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് സെറ്റായി നോക്കി. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ലഗേജ് കൂടുതലാണ്. അഷ്കറിൻ്റെ സൈക്കിൾ കണ്ടപ്പോൾ ഒരു സമാധാനം കിട്ടിയത്. എന്നേക്കാളും കൂടുതൽ ലഗേജ് അഷ്കറിനുള്ളത്. അങ്ങനെ ഒന്നും പറയണ്ട. അങ്ങനെ അവരോടൊക്കെ ബായ് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങാന്നുള്ള പരിപാടിയാണ്. അങ്ങനെ അമ്മോടും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ രണ്ടാളും രണ്ട് വഴിക്കാണ് പോകണത്. ഞാനാന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘാലയ്ക്കോ അരുണാചലിലേക്കാണ്. കുറച്ച് ദൂരം മാത്രമേ ഞങ്ങൾ ഒപ്പം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാളും രണ്ട് വഴിക്കാവും. അങ്ങനെ അവിടെ നിന്നാണ്ട് പോയി. ശരിക്കും പറഞ്ഞ് രണ്ടാളായിട്ട് യാത്ര ചെയ്യുമ്പോൾ വേറൊരു വൈബാട്ടായി. നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി ഉണ്ടാവും. പക്ഷെ നമ്മൾ സോളോ ചെയ്യുമ്പോൾ വേറെ വൈബാണ്. പക്ഷേ അങ്ങനെ ഞാൻ ഇത്ര നാൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരാളുടെ ഇപ്പോൾ ഇത്രയും ദൂരം പോകണത്. അങ്ങനെ നേരെ അഷ്കറിൻ്റെ വഴിക്ക് തിരിഞ്ഞു. ഞാൻ എൻ്റെ വഴിക്ക് തിരിഞ്ഞു. ഞാൻ അവിടെ നിന്ന് നേരെ മേഘാലയ്ക്കാണ് പോകണത് കേട്ടോ. ഷില്ലോങ് വഴി പിടിക്കാൻ വിചാരിച്ചു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തൊട്ട് ഗംഭീര കയറ്റം, ഒരു രക്ഷയില്ല. 4 സർവസ്റ്റ് എടുത്തായിരുന്നു കയറ്റം കിട്ടി പെട്ടു. എൻ്റെ സൈക്കിളിൽ സീറ്റ് കവറാഞ്ച് പോയായിരുന്നു. സീറ്റ് കവർ വേണോ അല്ലെങ്കിൽ കുണ്ടി രൂപ്പാട് ഇളകുന്നു മനസ്സിലായി. അങ്ങനെ നേരെ പോയി സീറ്റ് കവറൊക്കെ വാങ്ങിച്ച് നേരെ ഇറങ്ങി. അപ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങി. ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും. അതാണ് പ്രശ്നം. 5 മണി നമ്മളേക്ക് ഫുൾ ഇരുട്ടായി തുടങ്ങും. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് നേരം പോയി പ്ലാൻ ചെയ്യും. ഇവിടെ റൈഡർമാരുടെ 5 കളി ഇവിടെ സീസൺ ആയതുകൊണ്ട് കണ്ടമാൻ ആൾക്കാർ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ പെട്രോൾ പമ്പ് പിടിച്ചു. ആദ്യം ഒരു പെട്രോൾ പമ്പിൽ 2 മണിക്കൂർ പോസ്റ്റ് ചെയ്തിട്ട് അവസാനം തരില്ല പറഞ്ഞു. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് വേറെ പെട്രോൾ പമ്പിൽ രക്ഷപ്പെട്ടു. അവരാന്ന് വെച്ചാൽ എന്ത് സ്നേഹം എന്ന് പറയും. അവരാന്ന് പറഞ്ഞു മോനെ ഉള്ളിൽ കിടന്നോ നല്ല തണവുണ്ടാവും, ടെൻ്റ് അടിച്ചോ കൊതു ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താ ചെയ്യല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഭീര തണവ്, ഒരു രക്ഷയില്ല, കോടിയും വന്നു തുടങ്ങി. അങ്ങനെ ഇന്നത്തെ കാര്യം സെറ്റായി, ഒന്നും പറയണ്ട. മേഘാലയയിൽ വന്നിട്ട് ആദ്യത്തെ ദിവസം ചെറിയൊരു പോസ്റ്റ് അയച്ചാലും നന്നായി പോട്ടെ.